എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു LIC ഏജൻ്റാണ്. എൻ്റെ പേര് മിശ്രിയ എന്നാണ്. 21 വർഷമായിട്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലി കൂടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് 21 വർഷം മുമ്പ് തന്നെ ഒരു അറ്റാക്ക് വന്നിട്ട് രോഗിയായിരുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ട്രോക്ക് വന്നു. 4ാമത്തെ കൊല്ലം വീണ്ടും 2ാമത്തെ ഭാഗം വന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിലാണ് ഞാൻ LICയുടെ ജോലിക്ക് പോയി തുടങ്ങിയത്. 3 ചെറിയ പിള്ളേരും ഒക്കെ ആയിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടിട്ട്. അങ്ങനെ 2020 എൻ്റെ കൂടെ LICയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടും മണിസാറും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിന് ഇങ്ങനെ വയ്യാതിരിക്കുക എന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നിരിക്കണേ. അപ്പോൾ ആൾക്ക് നല്ലോണം ക്രിയാറ്റിനൊക്കെ കൂടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ മരുന്ന് അമർജാത്ത ചികിത്സയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ LIC ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, ഈ സപ്ലിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മളിപ്പോൾ തൽക്കാലം അമർജാത്ത മരുന്നൊക്കെ കഴിക്കണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളിതൊന്നും കഴിക്കണ്ട, അത് കഴിച്ചിട്ട് ഒരു പുലുവാല് വരണ്ട എന്ന് പറഞ്ഞ് കഴിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അത് കഴിച്ചോ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി വരാം, അത് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രം പിന്നീട് വാങ്ങിയാൽ മതി എന്നൊക്കെ എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിക്കാൻ സമ്മതിച്ചില്ല, ആൾ കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞാനില്ലാത്തൊരു ദിവസം ഇതുപോലെ എൻ്റെ ഫ്രണ്ടും മണിസാറും കൂടി വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും എൻ്റെ ഇക്കാക്ക് ക്രിയാറ്റിൻ നല്ലോണം കൂടിയിട്ട് ഡയാലിസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ആ വിവരം അവരോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ, അത് ഇനി കഴിച്ചാൽ വിഷമം ഉണ്ടാച്ചിട്ട് കഴിച്ചിട്ടില്ല പറഞ്ഞു. എന്തായാലും ഇക്കൊന്ന് കഴിച്ച് നോക്ക് പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക് അത് കൊടുത്തു. ഞാൻ അറിയാതെ ഇക്ക അത് കഴിച്ചുകൊണ്ടിരുന്നു. പിറ്റത്തെ മാസം ഞങ്ങൾ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ എല്ലാം റെഡിയാക്കി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു തീരുമാനത്തിൽ വണ്ടി വിളിച്ച് ഇവിടുന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കണം. അപ്പോൾ ഈ വിവരമൊന്നും ആളെ എന്നോട് പറഞ്ഞില്ല, കഴിക്കണ വിവരം പറഞ്ഞില്ല. ഇത് കുറഞ്ഞത് എന്താ വെച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, പ്രാർത്ഥന, ദൈവത്തിനോടുള്ളൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു എൻ്റെ മുഖത്തേക്ക് നോക്കും, ആളുടെ മുഖത്തേക്ക് നോക്കും, റിസൾട്ടിലേക്ക് നോക്കും, എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയണ്ടായില്ല. അങ്ങനെ അവിടുന്ന് പോന്നപ്പോൾ വണ്ടിയിലിരുന്ന് പറഞ്ഞു, ഞാൻ ഈ സപ്ലിമെൻറ്റ് കഴിച്ചിരുന്നു പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ തൊട്ട് ഇന്ന് വരെ വാങ്ങി കൊടുക്കാറുണ്ട്. അങ്ങനെ വാങ്ങി കൊടുത്ത ആൾക്ക് ഇപ്പോൾ ഇതുവരെ ഡയാലിസിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. നല്ല സമാധാനമാണ്. അതുപോലെ എൻ്റെ വാപ്പാക്ക് മൂത്രം പോവാതെ വല്ലാതെ വിഷമമായിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റാക്കി ട്യൂബ് ഇട്ടു. ആ ട്യൂബ് ഇട്ടപ്പോൾ വാപ്പാക്ക് മൂത്രം തിരിച്ച് പോകണുള്ളൂ. അപ്പോൾ വാപ്പ പറഞ്ഞു, യൂസഫിന് കൊടുക്കണം മരുന്നൊന്ന് ഇക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ അനിയത്തി വിളിച്ച് എന്നോട് പറഞ്ഞ്, ആ ഒരു സപ്ലിമെൻറ്റ് നമ്മുടെ എന്താ പറയുക, ഒരു ബ്ലൂ ഫ്രഷ് പറഞ്ഞിട്ടൊരു ലിക്വിഡ് പോലെ കൊടുക്കണമെന്നുണ്ട്. അതായിട്ട് ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. 5 മണിയാകുമ്പോഴേക്കും വാപ്പാക്ക് മൂത്രം ട്യൂബിൽ കൂടെ കറക്റ്റ് പോവാൻ തുടങ്ങി. അപ്പം തന്നെ വാപ്പ എന്തായാലും ട്യൂബ് ഊരിയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ഡോക്ടർ പറഞ്ഞു 7 ദിവസം ഇടണം, എന്തായാലും ഉറപ്പായിട്ട് ഇടണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, അത് ഊരിക്കോളൂ, വാപ്പ സമ്മതിക്കില്ല പറഞ്ഞു. ഊരിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഇതുവരെ അങ്ങനെ ഒരു വിഷമം വാപ്പാക്ക് ഉണ്ടായിട്ടില്ല. എന്നും ഞാൻ ഈ സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉള്ളത് കൊണ്ടാണ് എനിക്ക് യൂട്രസിലെ മുഴ വന്നത്. എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കൊരു നോമ്പിന് ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വർഷം മുമ്പ് നിന്നതായിരുന്നു. പിന്നെ ഇങ്ങനെ ബ്ലീഡിങ് വന്നപ്പോൾ എൻ്റെ മോൾ അക്യുപഞ്ചർ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അത് കാരണം അവൾ പറഞ്ഞു, അങ്ങനെ വന്നാൽ അത് നല്ലതല്ല അമ്മ, നമുക്കൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കുക പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇപ്പം തന്നെ ബയോപ്സി ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പ് കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതുപോലെ സുധാ മേഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയതുണ്ടോ അതിലേക്ക് എന്നപ്പോൾ എനിക്ക് 2-3 ആളുടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന്
ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇത് കഴിച്ച് നോക്കട്ടെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ് 8.11 എൻ്റെ യൂട്രസിൻ്റെ മുഴയുടെ വലിപ്പം 4 എണ്ണത്തിൻ്റെ. അത് ഞാൻ ഒരാഴ്ച പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സപ്ലിമെൻറ്റ് കഴിച്ചു. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അമൃതയിൽ പോയി സ്കാൻ ചെയ്യുമ്പോൾ 6.4 അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം ചെന്നപ്പോൾ 4 അപ്പോൾ അവർ പറഞ്ഞു ഇനി ഇത് ചൊരണ്ടാളതില്ല, കുഴപ്പമില്ല പറഞ്ഞു. ഇപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ മാസം ഞങ്ങൾ പോയിരുന്നു, ഇനി നിങ്ങൾ 6 മാസം കഴിഞ്ഞാൽ മതി, ആ പ്രശ്നമില്ല, പക്ഷേ എന്തായാലും അസുഖം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ 6 മാസം കൂടുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ നമ്മുടെ ജീവനുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കഴിച്ചിട്ട് അനുഭവം വന്നാൽ മാത്രമേ ഇതിൽ നമ്മൾ ആരും വിശ്വസിക്കുകയുള്ളൂ. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, എൻ്റെ മകൾ വന്നിട്ടുണ്ട്, എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ സത്യം അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഇവിടെ കേട്ട ഷിബു സാറ് പറയുന്ന സംഭവം നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തമാശ പോലെയല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കത്തി വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇതൊന്ന് പഠിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും വിളിച്ച് ഇങ്ങോട്ട് വന്നത്. നമ്മൾ പറയുമ്പോൾ ആരും അതത്ര ഇതായി തോന്നില്ല. ഇതൊക്കെ എൻ്റെ ജീവിത സത്യങ്ങളാണ്. താങ്ക് യു.